ഇന്ന് ഞാനൊരു ഇൻഡോ ചൈനീസ് ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചില്ലി ചിക്കൻ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻലി ഓർഡർ ചെയ്യാറുള്ള ഒരു ഐറ്റമാണ് ചില്ലി ചിക്കൻ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 300 ഗ്രാംസ് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചിക്കൻ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലെ കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്യണം. വലിയ പീസസ് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ സോയ സോസ്. ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തൊന്നെടുക്കുക. ഒരു മുട്ട നന്നായിട്ട് അടിച്ചെടുത്ത് അതിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് കോട്ടാവാനാണ്. ഇനി നമുക്ക് ഇതൊരു 1/2 hour മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം ചട്ടി നന്നായിട്ട് ചൂടാകുമ്പോൾ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. പല ബാച്ചസ് ആയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉൾഭാഗം വെന്തിട്ടുണ്ടാവില്ല, പുറം നന്നായിട്ട് വെന്ത് കിട്ടും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇടയ്ക്കൊന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. നന്നായിട്ട് ഫ്രൈ ആവണം. ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി ഒരു റെഡ് കളറായിട്ട് മാറണം. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കിച്ചൺ ടിഷ്യൂലേക്ക് മാറ്റാം. വേറൊരു പാൻ എടുത്ത് നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തതും പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് 1-2 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഞാനൊരു വലിയ സവോള ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതേപോലെ തന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം ഇതേപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവോളയും ക്യാപ്സിക്കും ഒന്നും കൂടുതൽ സോട്ട് ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഓനിയൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണം ഒക്കെ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുക. ഗ്രീൻ ചില്ലി സോസ് ആയാലും കുഴപ്പമില്ല. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയെടുത്താണ് അത് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ കൂടുതൽ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കോൺഫ്ലവറിൻ്റെ പച്ചമണമൊക്കെ മാറിയ ഗ്രേവി തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ പീസസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സോസൊക്കെ നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചില്ലി ചിക്കൻ റെഡിയായി. ആവശ്യമുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഷുഗറും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസായി കിട്ടും. അങ്ങനെ നമ്മൾ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് കുറച്ച് സ്പ്രിംഗ് ഓനിയനും കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ സൂപ്പർ ആയിരിക്കും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്